അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൽ ഫതാവൽ ഹദീസിയ, ആദർശം, നിലപാട് എന്ന വിഷയമാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്. അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് വിവിധങ്ങളായ ഫന്നുകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ചോദിച്ച മസ്അലകളും അതിന് അവിടുന്ന് കൊടുത്ത ഫത്വകളും അടങ്ങുന്നതാണ് അൽ ഫതാവൽ ഹദീസിയ എന്ന കിതാബ്. ഖാതിമത്തുൽ ഫുഖഹാഇ വൽ മുഹദ്ദിസീൻ എന്നറിയപ്പെടുന്ന ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കറിയുന്നത് പോലെ ലോകം അംഗീകരിച്ച വലിയ ഇമാമാണ്. ഇവിടെ ഫതാവ എന്ന് പറയുമ്പോൾ എന്താണ് ഫത്വ എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫത്വ കൊടുക്കാൻ അർഹതയുള്ളത് മുഫ്തിക്ക് മാത്രമാണ്. മുഫ്തിക്ക് മാത്രമേ ഫത്വ കൊടുക്കാൻ അർഹതയുള്ളൂ. മുഫ്തി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അവിടുത്തെ തുഹ്ഫയുടെ 1-ാം വാള്യത്തിൽ പറയുന്നുണ്ട്. അൽ മുജീബു ഫിൽ ഹവാദിസി ബിമാ യസ്തംബിതുഹു ഔ യുറജ്ജിഹു എന്നാണ് അവിടുന്ന് കൊടുക്കുന്ന വിശദീകരണം. ഓരോ വിഷയങ്ങളിലും സ്വന്തമായി ഇസ്തിംബാത്ത് ചെയ്തിട്ടോ അതല്ലെങ്കിൽ തർജീഹ് ചെയ്തിട്ടോ മസ്അലകൾ പറഞ്ഞു കൊടുക്കുന്നവർക്കാണ് മുഫ്തി എന്ന് പറയുക. അതിന് ഫിഖ്ഹിൽ ഫത്വ കൊടുക്കുകയാണെങ്കിൽ രചിക്കപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം നല്ല അവഗാഹമുള്ള ആൾക്കേ ഫത്വ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഈ നിർവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഇതിന് അർഹതയുള്ള വലിയ മുഹഖിഖും മുദഖിഖും എല്ലാം ആയിരുന്നു ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുത്തെ ഗ്രന്ഥങ്ങളുടെ ആഴം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഈ കാര്യം വ്യക്തമാവുന്നുണ്ട്. ഫിഖ്ഹിലും ഹദീസിലും ഇൽമുൽ കലാമിലുമായി 117ഓളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾക്കുണ്ട്. ഇന്ന് ഫിഖ്ഹിൽ ഏറ്റവും കൂടുതൽ അവലംബിക്കപ്പെടുന്ന ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് ലോക പ്രസിദ്ധമാണ്. ഈ തുഹ്ഫത്തുൽ മുഹ്താജ് ആണ് കാലങ്ങളായി നമ്മുടെ ഉലമായെല്ലാം ഫിഖ്ഹിൽ മസ്അല മുഅ്തമദ് പറയാൻ വേണ്ടി അവലംബിക്കാറുള്ളത്. അതേസമയം മിസ്റിലെ ആലിമീങ്ങൾ പരമ്പരാഗതമായി ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മസ്അലകൾ മുഅ്തമദാക്കാറുണ്ട്. എന്നാലും ലോകതലത്തിൽ തന്നെ ഖാതിമത്തുൽ ഫുഖഹാഇ എന്നൊക്കെ അറിയപ്പെടുന്നത് മഹാനവറുകൾ തന്നെയാണ്. ഏതായാലും ഹിജ്റ 909 മഹാനവറുകൾ ജനിക്കുന്നത്. 974 ആണ് വഫാത്താകുന്നത്. അവരുടെ വലിയുപ്പമാരിൽപ്പെട്ട ഹജർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് ചേർത്തിയാണ് ഇബ്നു ഹജർ എന്ന് മഹാൻ അറിയപ്പെടുന്നത്. ഇവരെ 120 വയസ്സുള്ള സമയത്ത് മഹാനവറുകൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഫതാവൽ കുബ്രയുടെ മുഖദ്ദിമയിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദർശ വിഷയങ്ങളാണെങ്കിലും കർമ്മശാസ്ത്ര കാര്യങ്ങളാണെങ്കിലും വളരെ കൃത്യമായി അതിന് മറുപടി ആധികാരികമായി പറയാൻ ശ്രമിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ എക്കാലത്തും പ്രസക്തമായ മറുപടികളാണ് മഹാനവറുകളുടെ ഫത്വകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരകൾക്കെതിരായി തോന്നുന്ന കാര്യങ്ങൾ മഹാനവറുകൾ അതിൻ്റെ ആധികാരിക തെളിവ് സഹിതം വിശദീകരിക്കുന്നുണ്ട്. മുജാഹിദുകളുടെ വഹാബികളുടെ പ്രധാന ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച്, ഇബ്നു ഖയ്യിം അടക്കമുള്ള ശിഷ്യന്മാരെക്കുറിച്ച് വളരെ നിശിതമായ ഭാഷയിൽ മഹാനവറുകൾ ഫതാവൽ ഹദീസിയിൽ വിമർശിക്കുന്നുണ്ട്. അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാടിത്തറക്കെതിരായി പ്രഭാഷണങ്ങൾ നടത്തിയ പ്രഭാഷകരെ വിമർശിക്കുന്നുണ്ട്. അടിസ്ഥാനമില്ലാത്ത ആചാരങ്ങൾ, വിശ്വാസങ്ങൾ ഇതിനെ എതിർക്കുന്നുണ്ട്. അതോടൊപ്പം അടിസ്ഥാനമില്ലെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ തെളിവുകൾ ഹദീസുകളുടെയും ഖുർആനിക വചനങ്ങളുടെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നുമുണ്ട്. അതുപോലെ എല്ലാ കാലത്തും മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന
കറാമത്ത് വാദിച്ചുകൊണ്ട് വ്യാജന്മാരായി ചമയുന്ന ആളുകൾ, അവർക്കെതിരെ മഹാനവറുകൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അവരോട് എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്ന് മഹാനവറുകൾ ഫതാവൽ ഹദീസിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ശതഹാത്തുൽ ഔലിയ എന്നറിയപ്പെടുന്ന ഔലിയാക്കളിൽ നിന്ന് വരുന്ന പ്രത്യേക പരാമർശങ്ങൾ, മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, സുബ്ഹാനി സുബ്ഹാനി, അതുപോലെ അനൽ ഹഖ് തുടങ്ങിയ പല പരാമർശങ്ങൾ, ഇതിൻ്റെ എല്ലാം അർത്ഥതലങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം മഹാനവറുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് വിശദമായി കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഇബ്നു തൈമിയയെക്കുറിച്ച് വിമർശിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് വിശകലനം ചെയ്യണം. ഇബ്നു തൈമിയക്ക് ഒരുപാട് ഫന്നുകളിൽ നിരവധി കിതാബുകളുണ്ട്. പക്ഷേ ഇദ്ദേഹം നമുക്ക് അവലംബിക്കാൻ പറ്റിയ ആളല്ല. കിതാബുകൾ ഒരുപാടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയ അടിത്തറയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ഇത് മഹാനവറുകൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പലയിടത്തും മഹാനവറുകൾ ഇബ്നു തൈമിയയെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട്. ആദ്യമായി കാണുന്നത് 114 പേജിലാണ്. വസുഇല നഫഅല്ലാഹു ബിഹി ബിമാ ലഫളഹു ആമീൻ ലിബ്നു തൈമിയ്യത ഇത്റാദുൻ അലാ മുതഅഖിരി സൂഫിയ. ഇബ്നു തൈമിയ സൂഫിയാക്കളിൽ നിന്ന് പിൽക്കാലക്കാരായ ഒരുപാട് മഹത്തുക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. വലഹു ഖവാരിഖു ഫിൽ ഫിഖ്ഹി വൽ ഉസൂൽ, ഫിഖ്ഹിലും ഉസൂലുൽ ഫിഖ്ഹിലുമെല്ലാം നിരവധി കനപ്പെട്ട ഗ്രന്ഥരചന നടത്തിയ ആൾ കൂടിയാണല്ലോ ഇബ്നു തൈമിയ. ഫമാ മുഹസ്വിലു ദാലിക, അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ സമീപിക്കേണ്ടത് എന്നാണ് ചോദ്യം. അതിന് കൊടുക്കുന്ന മറുപടി ഫഅജാബ ബിഖൗലിഹി ഇബ്നു തൈമിയത അബ്ദുൻ ഖദലഹുല്ലാഹു വഅവല്ല. ഇബ്നു തൈമിയ എന്ന് പറയുന്നത് അള്ളാഹു വളരെ ഖിദ്ലാനിലും നിന്ദ്യതയിലും ദലാലത്തിലുമാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം പിഴച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ആശയ വ്യതിയാനങ്ങളെക്കുറിച്ച് അറിയണം എന്നുള്ളവർ മഹാനായ ഇസ്ബിൻ ജമാ, തഖീദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹിമ തുടങ്ങിയ വലിയ ഇമാമുമാരുടെ കിതാബുകൾ പരതിയാൽ മതി എന്ന് പറഞ്ഞ ശേഷം മഹാനവറുകൾ പറയാണ്, വലം യഖ്സുർ ഇത്റാദഹു അലാ മുതഅഖിരി സൂഫിയ. സൂഫിയാക്കളിൽ നിന്ന് പിൽക്കാലക്കാരെ മാത്രമല്ല ഇബ്നു തൈമിയ വിമർശിച്ചിട്ടുള്ളത്, മറിച്ച് ബൽ ഇഅ്തറദ അലാ മിത്ലി ഉമർ ഇബ്നുൽ ഖത്താബി വ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ. ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ ഇവരടക്കമുള്ള സ്വഹാബത്തിനെ വരെ ഇബ്നു തൈമിയ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൽഹാസിലു അല്ലാ യുഖാമ ലികലാമിഹി വസ്നുൻ, ഇബ്നു തൈമിയയുടെ വാചകങ്ങൾക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്ന് മഹാനവറുകൾ തീർത്ത് പറഞ്ഞിട്ട് അവസാനമായി പറയുന്നു, വയുതഖദു ഫീഹി, എന്താണ് ഇബ്നു തൈമിയയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നഹു മുബ്തദിഉൻ, അദ്ദേഹം പിഴച്ച പുത്തനാശയക്കാരനാണ്, ളാലുൻ, വഴി പിഴച്ച ആളാണ്, വമുദില്ലുൻ, ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇതോടുകൂടി ഇബ്നു തൈമിയ ആരാണെന്ന് നമുക്ക് വ്യക്തമായി. മാത്രമല്ല ഇബ്നു തൈമിയ ഉലമാഇന്റെ ഇജ്മാഇനെ ഖർഖ് ചെയ്ത നിരവധി മസ്അലകൾ ഫതാവൽ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഹൈദുകാരിയെ ത്വലാഖ് ചൊല്ലിയാൽ ത്വലാഖ് സംഭവിക്കുകയില്ല, ഹൈദുകാരിക്ക് തവാഫ് ചെയ്യാവുന്നതാണ്, ഹൈദ് മുറിയാതെ ശുദ്ധിയാവാതെ തന്നെ തവാഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു വഖഫ് ചെയ്ത വസ്തുവിൽ വഖഫ് ചെയ്ത ആളുടെ ഷർത്ത് പരിഗണിക്കേണ്ടതില്ല. ഇങ്ങനെ ഇജ്മാഇനെ ഖർഖ് ചെയ്ത ഒരുപാട് മസ്അലകൾ ഫതാവൽ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്. മാത്രമല്ല വകാന ഹുവ ഖബ്ല ഇദ്ദിആഹി ദാലിക നഖല ഇജ്മാഅൽ മുസ്ലിമീന അലാ ഖിലാഫിഹി, ഇതൊക്കെ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ ഉള്ളതാണ് എന്ന് അദ്ദേഹം തന്നെ പലയിടത്തും ഉദ്ധരിച്ച ശേഷമാണ് ഇതിനെയെല്ലാം അദ്ദേഹം തള്ളിപ്പറയുന്നത് എന്നുകൂടി വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇനി ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു ഖയ്യിമിനുൽ ജൗസിയ എന്ന വ്യക്തിയെ കൂടി ഫതാവൽ ഹദീസിൽ വിമർശിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന വലിയൊരു മഹാനുണ്ട്. ഇബ്നുൽ ജൗസിയത്ത് എന്ന് അറിയപ്പെടുന്ന, പലപ്പോഴും ഇബ്നുൽ ജൗസിയത്ത് എന്നറിയപ്പെടുന്ന ഇബ്നു ഖയ്യിം എന്ന ഇബ്നു തൈമിയയുടെ വേറെ ഒരു ശിഷ്യനുണ്ട്. ഇവർ തമ്മിൽ പലപ്പോഴും നമുക്ക് ആശയക്കുഴപ്പത്തിലാവാറുണ്ട്, ഇത് ആരാണ് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഇബ്നു ജൗസിയ എന്നറിയപ്പെടുന്നത് ഇബ്നു ഖയ്യിമാണ്. അദ്ദേഹമാണ് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ. അദ്ദേഹം പിഴച്ച ആളാണ്. അതേസമയം ഹാഫിദ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ അവലംബിക്കുന്ന വലിയ ഇമാമാണ്. അവർക്ക് ഒരുപാട് കിതാബുകളുണ്ട്. മാത്രമല്ല ഷംസുദ്ദീൻ ദഹബി, ഹാഫിദ് ഷംസുദ്ദീൻ ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തദ്കിറത്തുൽ ഹുഫാദിൽ ഇവരെ കുറിച്ച് പറയുന്നത്, മാ അലിംതു അഹദൻ മിനൽ ഉലമാഇ
സ്വന്നഫ മാ സ്വന്നഫ ഹാദർ റജുൽ, ഇദ്ദേഹം നടത്തിയ ഗ്രന്ഥരചന പോലെ ആഴത്തിൽ ഗ്രന്ഥരചന നടത്തിയ വേറൊരാളെയും എനിക്കറിയില്ല ഉലമാന്റെ കൂട്ടത്തിൽ നിന്ന് എന്ന് ശംസുദ്ദീൻ ദഹബി തങ്ങൾ സർട്ടിഫൈ ചെയ്ത മഹാൻ കൂടിയാണ്. അപ്പോൾ അവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അവർ ഹിജറ 597 വഫാത്തായ വലിയ മഹാനാണ്. ഇബ്നു ജൗസിയ്യത്ത് എന്നറിയപ്പെടുന്ന ഇബ്നു ഖയ്യിം, ഇദ്ദേഹം പിഴച്ച ആളാണ്, ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഇവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ വായിക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് തെറ്റായ ചില കാര്യങ്ങൾ ആരൊക്കെ ഉദ്ധരിക്കാറുണ്ട്. ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന ചോദ്യത്തിന് മഹാനവറുകൾ പറയുന്നു, ഇതെല്ലാം അവരെ തൊട്ട് കെട്ടിച്ചമച്ചതാണ്. വമസ്തഹറ ബൈന ജഹലത്തിൽ മൻസൂബീന ഇലാ ഹാദൽ ഇമാമിൽ അഅ്ളം മിൻ അന്നഹു ഖായിലുൻ ബിശൈഇൻ മിനൽ ജിഹത്തി ഔ നഹ്വിഹാ ഫകദിബുൻ വബുഹ്താനുൻ വഫ്തിറാഉൻ അലൈഹി. ഇൽമു തൗഹീദിനെതിരായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒന്നും മഹാനവറുകൾ പറഞ്ഞതല്ല, ആരൊക്കെ കെട്ടിച്ചമച്ചതാണ്. ഇത് പറഞ്ഞ ശേഷം മഹാനവറുകൾ പറയാണ്, വഇയ്യാക അൻ തസ്ഗാ ഇലാ മാ ഫീ കുതുബി ഇബ്നു തൈമിയ്യത വതിൽമീദിഹി ഇബ്നു ഖയ്യിം അൽ-ജൗസിയ്യ. ഇതാണ് വാസ്തവം. എന്നാൽ ഇബ്നു തൈമിയ്യയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നു ഖയ്യിമും അടക്കമുള്ള ആളുകൾ അവരുടെ കിതാബുകളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെതിരെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഒന്നും അടിസ്ഥാനമില്ലാത്തതാണ്, അത് കണ്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് മഹാനവറുകൾ വ്യക്തമായി പറയാണ്. എന്നിട്ട് ഫളന്നു ബിദാലിക അന്നഹും അലാ ഹുദം മിർ റബ്ബിഹിം വലൈസു കദാലിക, ഇതൊക്കെ ഇവരുടെ ആശയവ്യതിയാനങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം പറയാണ്, ഇവര് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഹിദായത്ത് കിട്ടിയവരാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവർ ബൽഹും അലാ അസ്വഇൽ ളലാലി വഅഖ്ബഹിൽ ഖിസാലി വഅബ്ലഗിൽ മഖ്തി വൽ ഖുസ്റാൻ, ഇവരൊക്കെ പിഴച്ച ആളുകളാണെന്ന് മഹാനവറുകൾ തീർത്ത് പറയുന്നു. ഇനി മറ്റൊരിടത്തും ഇബ്നു തൈമിയ്യയെ കുറിച്ച് വിമർശിക്കുന്നത് കാണാം. റസായിലു ഇഖ്വാനി സ്വഫ എന്ന ഒരു കിതാബിനെ കുറിച്ചും അതിൻ്റെ മുസന്നിഫിനെ കുറിച്ചും ചോദിക്കുമ്പോൾ വ്യക്തമായി അതിന് മറുപടി കൊടുത്തു. മസ്ലമത്ത് ബിനു അഹ്മദ് ബിനു ഖാസിം എന്ന വ്യക്തിയാണ് ഇതിൻ്റെ മുസന്നിഫ് എന്നും അതിൽ ഇൽമുൽ ഹിക്മത്തും ഇൽമുൽ ഫൽസഫയും അതോടൊപ്പം ഇൽമു ശറഈ ശരീഅത്തിന്റെ പല ഉലൂമും അതിലുണ്ട്, അതുകൊണ്ട് അത് മുതാല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വമിമ്മൻ ശദ്ദദ നകീറ അലൈഹി, ഈ റസായിലുൽ ഇഖ്വാനി സ്വഫ എന്ന കിതാബിന്റെ മുസന്നിഫിനെ ശക്തമായി വിമർശിച്ച ആളാണ് ആര്? ഇബ്നു തൈമിയ്യ. ലാകിന്നഹു യുഫ്രിതു ഫീ കലാമിഹി ഫലാ യുഗ്തറ ബിജമീഇ മാ യഖൂലുഹു. പക്ഷേ ഇദ്ദേഹത്തെ വിമർശിക്കുന്നിടത്ത് ഇബ്നു തൈമിയ്യ കുറച്ച് കടന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇബ്നു തൈമിയ്യ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കൊള്ളാൻ പാടില്ല എന്നുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇനി മറ്റൊരിടത്ത് പറയുന്നു, ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും എന്ന് ആശയം തോന്നിക്കുന്ന രൂപത്തിൽ ഉള്ള ഹദീസിന്റെ വിശദീകരണം, യഥാർത്ഥ വിശദീകരണം പറഞ്ഞ ശേഷം ഇബ്നു ഹജർ പറയാണ്, വലാ യഅരിഫു മഅനാ ഹാദിഹി ഇല്ലൽ ഫുഖഹാഉ ബിഖിലാഫി മൻ ലാ യഅരിഫു ഇല്ലാ മുജറദൽ ഹദീസി ഫഇന്നഹു യളില്ലു ഫീഹി കമാ വഖഅ ലി ബഅദി മുതഖദ്ദിമിൽ ഹദീസി ബൽ വമുതഅഖിരിഹിം കബ്നി തൈമിയ്യത വഅത്ബാഇഹിം. ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു തുടങ്ങിയ ഹദീസുകൾ, ഈ ഹദീസുകളുടെ ആശയതലങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ഇബ്നു തൈമിയ്യക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെ വഹാബികളുടെ മുബ്തദികളുടെ വലിയ നേതാവായ അവരുടെ ആശയസ്രോതസ്സായ ഇബ്നു തൈമിയ്യയെ കുറിച്ച് മഹാനവറുകൾ വളരെ വ്യക്തമായി പറഞ്ഞു, അദ്ദേഹം കൊള്ളാൻ പാടില്ലാത്ത ആളാണെന്ന്. ഇനി തെറ്റായ വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്ന പ്രഭാഷകരെ കുറിച്ചും ഒരാശയ ആദർശ വ്യക്തത വരുത്തൽ എന്ന അർത്ഥത്തിൽ മഹാനവറുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് അത് പാടില്ലാത്തതാണ് എന്ന് ഒരു പ്രഭാഷകൻ തൻ്റെ പ്രഭാഷണത്തിൽ പറയുകയും ഇവിഷയം മഹാനായ സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറഞ്ഞ മറുപടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇബ്നു ഹജർ വിശദീകരിക്കുന്നത്. فإنه سئل عن واعظ فقال لا يجوز إجماعا لقارئ القرآن والحديث أن يهدي مثل ثواب ذلك في صحائف سيدنا محمد صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ ഓതുന്ന ഹദീസ് ഖുർആൻ ഇതിൻ്റെ ഒന്നും മിഥ്ല സവാബിന് ഹദിയ ചെയ്യാൻ പറ്റൂല, അതൊക്കെ ഇജ്മാഅ് കൊണ്ട് ഇമ്മത്തിന്റെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് പാടില്ല എന്നൊക്കെ ഒരു പ്രഭാഷകൻ തന്റെ പ്രഭാഷണത്തിൽ പറയുന്നതായി കേട്ടു. മാത്രമല്ല വബിഹി അഫ്തൽ മുതഖദ്ദിമൂന വൽ മുതഅഖിറൂന എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മുതഅഖിരീങ്ങളും മുതഖദ്ദിമീങ്ങളൊക്കെ അങ്ങനെയാണ് ഫത്വ കൊടുത്തിട്ടുള്ളതെന്നും
അപ്പോൾ മഹാനവറുകൾ കൊടുത്ത മറുപടി ഫത്വ എന്താണെന്ന് വെച്ചാൽ ബി അന്ന മദ്ദഅഹു ഹാദൽ വാഇദുൽ ഖലീലുൽ മാരിഫ യസ്തഹിഖു ബികദ്ബിഹി അലൽ ഇജ്മാഇ അത്തഅസീർ അൽ ബാലിഗ്. ഇദ്ദേഹം പറഞ്ഞത് ദീനിൽ അടിസ്ഥാനമില്ലാത്തതാണ്, അങ്ങനെ ചെയ്യുന്നതിന് വിരോധമല്ല, മറിച്ച് ഇദ്ദേഹം ഇങ്ങനെ തെളിവില്ലാത്ത കാര്യങ്ങൾ, ജനങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് ഇദ്ദേഹത്തെ ശക്തമായ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണമെന്ന് കൂടി മഹാനവറുകൾ പറയാണ്. വസഅമുഹു അന്ന ദാലിക ലാ യജൂസു അൽ ഹഖു ഖിലാഫുഹു, ശരിക്കും അത് പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഫായിദകൾ മഹാനവറുകൾ വിശദീകരിക്കുന്നുമുണ്ട്. ഒന്ന്, ഇദ്ഹാറു ശറഫിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് വെളിവാക്കലാണ്. മുജാസാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഹ്സാനിഹി ഇലൈന, അവിടുത്തെ നിയോഗം തന്നെ നമുക്ക് റഹ്മത്തായ സ്ഥിതിക്ക് അതിന് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മുജാസാത്ത് പ്രത്യുപകാരം എന്ന അർത്ഥത്തിലും നമുക്കതിനെ വായിക്കാവുന്നതാണ്. അതിനു പുറമെ ഹുസൂലി സവാബിലന, നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷറഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതിൻ്റെ ഫായിദകളായി മഹാനവറുകൾ എന്നെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രഭാഷണത്തിൽ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭദ്രതയ്ക്ക് കോട്ടം വരുത്തും എന്ന തിരിച്ചറിവിൽ നിന്നാണ് മഹാനവറുകൾ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി മറുപടി പറയുന്നത്. ഇനി എല്ലാ കാലത്തും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് വ്യാജമായി കറാമത്തെല്ലാം ബാധിച്ച് ദീനിൽ അനുമതിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ഇതെനിക്ക് ഇൽഹാമ് മുഖേന കിട്ടിയതാണെന്ന് പറയുകയും ചെയ്യുന്ന സമ്പ്രദായം പണ്ടു മുതലേ ഉള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൽഹാമ് ദീനിൽ ഹുജ്ജത്തല്ല എന്നുള്ളതാണ്. ഈ വിഷയം വളരെ വ്യക്തമായി മഹാനവറുകൾ സമർത്ഥിക്കുന്നുണ്ട്. അവിടെ വഖ്തലഫൽ ഉലമാഉ ഫി ഹുജ്ജിയത്തിൽ ഇൽഹാമി ബിഖൈദിഹി സാബിഖി, നേരത്തെ പറഞ്ഞ ഉപാധിയോടുകൂടെ എന്ന് പറഞ്ഞാൽ ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ ഒരാൾക്ക് ഇൽഹാമായി, ഒരു വലിയനോ ആർക്കെങ്കിലും ഇൽഹാമായി ഒരു കാര്യം കിട്ടി ഇന്നത് ചെയ്യണമെന്ന്, എന്നാൽ തന്നെ അയാൾക്ക് ദീനിൽ തെളിവായി ആ ഇൽഹാം ഉദ്ധരിക്കാൻ പറ്റൂല എന്നാണ് ഫൽഅർജഹു ഇൻദൽ ഫുഖഹാഇ അന്നഹു ലൈസ ബിഹുജ്ജത്തിൻ, ഇത് ഹുജ്ജത്തല്ല, ദീനിൽ ഹുജ്ജത്തല്ല. കാരണം ഇത് ലാ സിഖത ബി ഖവാതിരി ഗൈരിൽ മഅസൂമി, മഅസൂമല്ലാത്ത ആളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾക്ക് സിഖത്തില്ല, ഉറപ്പില്ല. അതുകൊണ്ട് ഇത് തെളിവായി, ദീനിൽ തെളിവായി ഉന്നയിക്കാൻ പറ്റൂല എന്ന് മഹാനവറുകൾ പറയാണ്. ഇവിടെ തന്നെ ബി ഖൈദിഹി സാബിഖി എന്നത് പറഞ്ഞതുകൊണ്ട് ശരീഅത്തിന് വിരുദ്ധമായതാണെങ്കിൽ ഒരിക്കലും അത് തെളിവായി സ്വീകരിക്കാൻ പറ്റൂല എന്ന്, ഇത് തെളിവാണെന്ന് പറയുന്ന ന്യൂനപക്ഷം തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ ശരീഅത്തിന് വിരുദ്ധമായി ചെയ്യാൻ ഒരാൾക്കും അനുമതിയില്ല എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാം. ഇവിടെ തുഹ്ഫയിൽ മഹാനവറുകൾ ഈ വിഷയം ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട്. വബി തസ്ലീമി അന്നൽ ഖദറ വലിയുൻ, ഖദർ അലൈഹിസ്സലാം നബിയാണെന്നതാണ് അസഹായ അഭിപ്രായം. എന്നാൽ വലിയാണെന്ന് വെച്ചാലും ഒരു കുട്ടിയെ മാതാപിതാക്കൾക്ക് ദോഷകരമായി ബാധിക്കും എന്നതിൻ്റെ പേരിൽ വധിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവത്തിൽ ഖദർ അലൈഹിസ്സലാം ഇൽഹാമ് വെച്ചാണ് അമല് ചെയ്തതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ വലിയാണെന്ന് വെച്ചാൽ തന്നെ സ്വഹീഹ് അസഹായ അഭിപ്രായം നബിയാണെന്നാണ്. നബിയാണെങ്കിൽ വഹി മുഖേനയായിരിക്കും ചെയ്ത്. അതേസമയം വലിയാണെന്ന് വെച്ചാൽ അവര് ഇൽഹാം അനുസരിച്ച് അമല് ചെയ്തു എന്ന് തോന്നിപ്പോവും. ഇല്ല, കാരണം ഖദർ അലൈഹിസ്സലാം അങ്ങനെ ചെയ്തത് നമ്മുടെ ശരീഅത്തിന്റെ കാലത്തല്ല. അവരെ ശരീഅത്തിൽ ചിലപ്പോ ഇൽഹാം ഹുജ്ജത്താണെന്ന് വന്നേക്കാം, നമ്മുടെ ശരീഅത്തിന്റെ വിഷയമാണ് നമ്മൾ പറഞ്ഞതെന്ന് വെക്കണം. അതുമല്ല, അന്നും ഇൽഹാം ഹുജ്ജത്തല്ല എന്ന് വെച്ചാലും നമ്മൾ പറഞ്ഞ ആശയത്തിനോട് എതിരല്ല. കാരണം ഖിദർ അലൈഹിസ്സലാം വലിയാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ അന്ന് ഒരുപാട് അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ മുഖേന നിർദ്ദേശം കിട്ടിയതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൽഹാം ഹുജ്ജത്താക്കി എന്നതിന് തെളിവായി ഈ സംഭവം ഉദ്ധരിക്കാൻ പറ്റൂല എന്ന് തുഹ്ഫയിൽ മഹാനവറുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയം ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇനി കറാമത്ത്, സിഹർ തുടങ്ങിയ വിഷയങ്ങളിൽ മഹാനവറുകൾ നിലപാട് വ്യക്തമാക്കുന്നത് കാണാം. അമ്മൽ ഫർഖു ബൈനൽ കറാമത്തി വസ്സിഹരി ഫഹുവ അന്നൽ ഖാരിഖൽ ഗൈറൽ മുഖ്തരിൻ ബിതഹദ്ദി നുബുവത്തി ഫഇൻ ളഹറ അലാ യദി സ്വാലിഹിൻ ഫഹുവൽ ഖായിമു ബിഹുഖൂഖില്ലാഹി വഹുഖൂഖി ഖൽഖിഹി ഫഹുവൽ കറാമ. കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഖാരിഖുല്ലിൽ ആദത്തായ കാര്യമാവണം എന്ന് മാത്രമല്ല, അതൊരു സ്വാലിഹായ വ്യക്തിയിൽ നിന്നുണ്ടാവുക കൂടി വേണം. എന്നാലേ കറാമത്തായി നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം ഔ അലാ യദി മൻ ലൈസ കദാലിക ഫഹുവ സിഹ്റു അവിൽ ഇസ്തിദ്റാജു. അതേസമയം സ്വാലിഹായി ജീവിക്കാത്ത ഒരാൾ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് അയാൾ വലിയാണെന്നോ അക്കാണിക്കുന്നത് കറാമത്താണെന്നോ മനസ്സിലാക്കാൻ പാടില്ല. അത് അയാൾ ഇസ്തിദ്റാജാണ്, അതല്ലെങ്കിൽ സിഹറാണെന്ന് വെക്കണം. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എന്തോ കഴിവുകൾ താൽക്കാലികമായി അള്ളാഹു കൊടുക്കുന്നു, അത് വെച്ചിട്ട് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ആളെന്ന്
വിചാരിച്ചിട്ട് വീണ്ടും ദലാലത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇവിടെ ഇനി നമുക്കറിയേണ്ടത് സ്വാലിഹാണോ അല്ലേ എന്ന് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. അതും ഇബ്നു ഹജർ നിങ്ങൾ ശേഷം വിശദീകരിക്കുന്നുണ്ട്. തംയീദു സ്വാലിഹിൽ മദ്കൂർ അൻ ഗൈരിഹി ബയ്യിനുൻ. സ്വാലിഹീങ്ങളല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. ലാ ഖഫാ ഫീഹി, അതിൽ ഒരു അവ്യക്തതയുമില്ല. ഇത് ലൈസത്തി സീമ കസീമ വലൽ ആദാബു കൽ ആദാബ്. സ്വാലിഹീങ്ങളുടെ ആദാബും അവരുടെ അടയാളങ്ങളും അതൊരിക്കലും മറ്റുള്ളവർക്ക് പാലിക്കാനോ നിലനിർത്താനോ കഴിയുകയില്ല. وغير الصالح لو لبس ما عسى يلبس لا بد أن يرشح من نتن فعله أو قوله ما يميزه عن الصالح. ഒരാളെങ്ങാനും സ്വാലിഹ് അല്ലാത്ത ഒരു വ്യക്തി സ്വാലിഹീങ്ങളെ പോലെ അഭിനയിച്ച് ഇത്തരം വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിയാൽ അത് വൈകാതെ തന്നെ ജനങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും, അതിൻ്റെ ദുർഗന്ധം മനസ്സിലാക്കാൻ കഴിയും എന്നുകൂടി മഹാനവറുകൾ പറയാണ്. ഇനി കറാമത്ത് ഔലിയാ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതിയാണ് ശത്ഹാത്തുൽ ഔലിയാ എന്ന്. നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചു, മാഫിൽ ജുബത്തി ഇല്ലല്ലാഹ് അനൽ ഹഖ് സുബ്ഹാനി സുബ്ഹാനി തുടങ്ങിയ പ്രയോഗങ്ങൾ ഔലിയാക്കളിൽ നിന്ന് വരാറുണ്ട്. ഇതിന്റെ പ്രത്യക്ഷാർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ കുഫ്റാണെന്ന് നമ്മൾ തോന്നിപ്പോകും. പക്ഷേ ഇതിന്റെ യഥാർത്ഥ വിശദീകരണം എന്താണെന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. രണ്ട് മറുപടികളാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് മഹാനവറുകൾ നിരത്തുന്നത്. ഒന്ന്, അവർ അള്ളാഹുവിനോട് അത്രയും അടുത്തത് കൊണ്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ഹിക്കായത്ത് എന്ന രൂപത്തിൽ അള്ളാഹു പറയുന്നത് ഇവർ പറയുന്നു, ഹിക്കായത്തിന്റെ രൂപത്തിൽ പറയുന്നു, ഹിക്കായത്തിന്റെ സീഗയിൽ പറയുന്നു എന്ന് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു കുഫറും ആരോപിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മറുപടി, അവർ അള്ളാഹു താലയിലേക്ക് ബുസൂലിന്റെ മാർഗത്തിൽ പ്രവേശിച്ച് അങ്ങനെ മർത്തബത്തുൽ ഫനാഇന്റെ മർത്തബയിൽ എത്തിയത് കൊണ്ട് ഷുഊറും തമീസൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് അവർക്ക് തെക്ലീഫില്ലാത്ത സമയത്താണ് ഇത്തരം പ്രയോഗങ്ങൾ വന്നത് എന്നതുകൊണ്ട് അവർക്കെതിരെ നമ്മൾ പറയാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. ഇതിൽ പറയുന്നു, വകുല്ലു സക്രിൻ നശഅ, ഫതാവൽ ഹദീസിൽ കാണാം, വകുല്ലു സക്രിൻ നശഅൻ സബബിൻ ജായിസിൻ ഫസ്വാഹിബുഹു ഗൈറു മുകല്ലഫ്. ജായിസായ രൂപത്തിൽ സക്കിർ സംഭവിച്ച് മസ്ത് ബോധശയം സംഭവിച്ച് അല്ലെങ്കിൽ അബോധാവസ്ഥ സംഭവിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് വിഷയമാക്കേണ്ട, അത് തക്ലീഫിന്റെ പരിധിയിൽ പെടുന്നതല്ല. തക്ലീഫില്ലാത്ത ഇവർ പറഞ്ഞ ഹുക്മേ അതിനുണ്ടാവുകയുള്ളൂ എന്ന് മഹാനവറുകൾ വ്യക്തമാക്കണം. ഇതിനു പുറമെ മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു പ്രത്യേക പരാമർശമുണ്ട്. ഖുദ്തു ബഹ്റൻ വഖഫൽ അംബിയാഉ ബിസാഹിലിഹി. ഈ പ്രയോഗത്തിന്റെ വിശദീകരണം കൂടി മഹാനവറുകൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഖുദ്തു ബഹ്റൻ, ഞാനൊരു കടലിൽ, ഒരു ബഹറിൽ ഊളിയിട്ടു. വഖഫൽ അംബിയാഉ ബിസാഹിലിഹി, അംബിയാക്കളൊക്കെ അതിന്റെ കരയിലാണ് നിൽക്കുന്നതെന്ന്. വാസ്തവത്തിൽ നമ്മൾ അഖീദയുടെ കിതാബുകളിൽ നിന്നൊക്കെ പഠിച്ചതാണ്, ഒരു വലിയനൊരിക്കലും അംബിയായിന്റെ മർത്തബയിലേക്ക് എത്താൻ കഴിയുകയില്ല എന്ന്. എത്ര അമൽ ചെയ്താലും എത്ര കറാമത്തുണ്ടെങ്കിലും ആ കറാമത്ത് മൊത്തം ഈ നബിയുടെ മോചിതത്തായി വേണം പരിഗണിക്കണമെന്ന് ശറഹുൽ അഖായിദിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പിന്നെ എങ്ങനെയാണ് ഈ പ്രയോഗത്തിൽ അംബിയാക്കളുടെയും മുകളിൽ എത്തി ഇവർ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പരാമർശം നടത്തിയത്? ഇതിന്റെ വിശദീകരണം മഹാനവറുകൾ കൊടുക്കുന്നുണ്ട്. ആദ്യമായി പറയുന്നത്, ഹാദൽ ഖൗലു ലം യസിഹ അൻഹു. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇങ്ങനെ ഒന്ന് ഉദ്ധരിച്ചതിന് സിഹത്തില്ല, സ്വഹീഹായി വന്നിട്ടില്ല. ഒന്ന്, വഇൻ സ്വഹ, സ്വഹീഹായി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ വേണ്ട രൂപത്തിൽ തഅ്വീൽ ചെയ്യണമെന്ന് പറയുന്നു. അഥവാ ഇതിന്റെ ആശയതലങ്ങൾ മഹാനവറുകൾ വിശദീകരിക്കുന്നു. അമ്പിയാക്കൾ കടൽ തീരത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് വുസൂല് ചെയ്യാൻ വേണ്ടി, എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ മാരിഫത്ത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഔലിയാക്കൾ ഒരുപാട് ആൾക്കാർ അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ യോഗ്യതയില്ലാത്ത ആളുകളെ കടത്തിവിടാതിരിക്കാൻ വേണ്ടി, അവരെ തടഞ്ഞു വെക്കാൻ വേണ്ടി അമ്പിയാക്കൾ കടൽ തീരത്ത് കാവൽ നിൽക്കുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കടലിൽ മുങ്ങി ഹൗദ് ചെയ്യുന്ന ഔലിയാക്കൾ അവർ അമ്പിയാക്കളെക്കാൾ മുകളിലാവുകയല്ല, മറിച്ച് അവർ അമ്പിയാക്കളുടെ നിരീക്ഷണം കഴിഞ്ഞിട്ടാണ് ആ മേഖലയിലേക്ക് പോകുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഇനി കറാമത്ത് പലർക്കും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്, കറാമത്തുള്ള ഔലിയാക്കളാണ് അല്ലാത്തവരെക്കാൾ ഏറ്റവും മഹത്വമുള്ളവരെന്ന്. കറാമത്ത് നോക്കിയിട്ട് കറാമത്തുള്ളവർ മാത്രം ഔലിയാക്കൾ, അല്ലാത്തവർ ഔലിയാക്കളല്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഇതിനെതിരെ വളരെ വ്യക്തമായി മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്.
മഹാനവറുകൾ ഫാജാബി കൗലി ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാണ് ലൈസ ദുൽ കറാമാത്തി അഫ്ദല മിൻ ഗൈരിഹിം അലൽ ഇത്ലാഖ്. നിരുപാധികം കറാമത്തുള്ളവരാണ് ഇല്ലാത്തവരെക്കാൾ അഫ്ദൽ എന്ന് ഔലിയാക്കളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ബൽ ഖദ് തുംബിഉൽ കറാമത്തു അൻ ദുഅഫി യഖീനിൻ ഔ ഹിമ്മത്തിൻ. ചിലപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് യഖീനും ഹിമ്മത്തും മറ്റുള്ള ഔലിയാക്കളെ അപേക്ഷിച്ച് കുറവുള്ളവർക്ക് തന്നെ കറാമത്തുകൾ വെളിവാവാറുണ്ട്. ബൽ ഖദ് തഖഉൽ കറാമത്തു ലിമുഹിബ്ബിൻ ഔ സാഹിദിൻ വലാ തഖഉ ലിആരിഫിൻ മഅ അന്നൽ മാരിഫത അഫ്ദലു മിനൽ മഹബ്ബതി ഇൻദൽ അക്സരീന. ഏറ്റവും ശ്രേഷ്ഠമായത് മാരിഫത്താണ്. സുഹുദിൽ പരിത്യാഗിയായി സുഹുദിൽ ജീവിക്കുക, അതുപോലെ അള്ളാഹുവിന് മഹബത്ത് ജീവിക്കുക എന്നതിനേക്കാളും അഫ്ദലായതാണ് മാരിഫത്ത്. ഈ മാരിഫത്ത് കിട്ടിയ ഔലിയാക്കൾക്ക് തന്നെ പലപ്പോഴും കറാമത്ത് ഉണ്ടാവാറില്ല. ഇതില്ലാത്ത അതേസമയം സാഹിദ്യങ്ങളായി കഴിയുന്ന ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മാരിഫത്ത് എന്ന അടിസ്ഥാനത്തിൽ ഹൈസിയത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കറാമത്തില്ലാത്തവർ തന്നെ കറാമത്തുള്ളവരെക്കാൾ മുകളിലാവുന്ന സാഹചര്യവും നമുക്ക് മനസ്സിലാക്കാവുന്നതാണെന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഇനി അടിസ്ഥാനമില്ലാത്ത ചില കാര്യങ്ങൾ, ദീനിൽ അടിസ്ഥാനമില്ലാത്ത ചില കർമ്മങ്ങൾ, വിശ്വാസങ്ങൾ, ഇതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നത് ഫതാവൽ ഹദീസിൽ പറയുന്നത് നോക്കാം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തു ചൊല്ലിക്കഴിഞ്ഞ് കയ്യിലേക്ക് ഊതുകയും അങ്ങനെ മുഖം തടവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം, ഇതിന് അടിസ്ഥാനമുണ്ടോ എന്ന് അവിടുത്തോട് ചോദിക്കുന്നുണ്ട്. അതിന് പറയുന്ന മറുപടി, വാരിദായ ചില ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് കയ്യിലേക്ക് ഊതുകയും അത് ശരീരത്തിൽ തടവാനൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതല്ലാതെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് വിശ്വസിച്ച് അത് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു സംഗതി ഹദീസുകളിലോ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, വമൻ ഫഅലഹു അഖിബ സ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഇൻഫറദത്തി സ്വലാത്തു ഔ ഫീ ഗൈരി ദാലിക. വെറും സ്വലാത്ത് മാത്രം ചൊല്ലാണ്, ദിക്റുകളോട് കൂടെ ബിത്തബായിട്ട് സ്വലാത്ത് ചൊല്ലിയതല്ല. അതല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒന്നല്ലാതെ വെറും സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരാളിങ്ങനെ ഊതി ചെയ്യുകയാണെങ്കിൽ മിനൽ മവാദിഇല്ലത്തി ലാ യുസന്നു നഫതു ഫീഹ, പ്രത്യേകം സുന്നത്തായി വന്ന് ഒന്നും കാണാത്ത സ്ഥലത്ത് സന്ദർഭത്തിൽ അങ്ങനെ ചെയ്താൽ ഫഖദ് ഇർതകബ മാ ലാ യുൻദബു, അത് സുന്നത്തില്ലാത്ത കാര്യമാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഫയംബഗി ഇജ്തിനാബുഹു, അത് ഒഴിവാക്കേണ്ടതാണെന്ന് മഹാനവറുകൾ പറയുന്നു. ഇനി ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ വിശ്വാസം ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിരുന്നു. അതിന്റെ സത്യാവസ്ഥയും കൂടി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുകയില്ല എന്ന ഒരു തെറ്റായ വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ മഹാനവറുകൾ പറയാണ്, വമസ്തഹറ അന്ന ജിബ്രീൽ അലൈഹിസ്സലാം ലാ യൻസിലു ഇലൽ അർളി ബഅദ മൗത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ലാ അസ്ല ലഹു. ഇങ്ങനെ തങ്ങളുടെ വഫാത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങൂല എന്ന വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. വയർദുഹു ഖബർ തബറാനി, ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസ് ഇതിന് എതിരാണ്, ഇതിനെ റദ്ദ് ചെയ്യുന്നുണ്ട്. ആ ഹദീസ് ഇങ്ങനെ വായിക്കാം, മാ ഉഹിബ്ബു അൻ യർഖുദൽ ജുനുബു ഹത്താ യതവല്ലഅ ഫഇന്നി അഖാഫു അൻ യുതവഫ വമാ യഹ്ദുറുഹു ജിബ്രീൽ. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുദു എടുക്കണം എന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസാണ്. അപ്പോൾ മുഅ്മിനായ ഒരാളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ഹാദിറാകുന്ന ചില സാഹചര്യത്തെക്കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞ സ്ഥിതിക്ക് ഫദല്ല അലാ അന്ന ജിബ്രീൽ അലൈഹിസ്സലാം യൻസിലു ഇലൽ അർളി വയഹ്ദുറു മൗത കുല്ലി മുഅ്മിനിൻ തവഫാഹുല്ലാഹ് വഹുവ അലാ ത്വഹാറ. ത്വഹാറത്തോടുകൂടി മരിക്കുന്ന വഫാത്താകുന്ന മുഅ്മിനീങ്ങളുടെ മരണസമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഹാദിറാകുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായ സ്ഥിതിക്ക് മറ്റ് വിശ്വാസങ്ങൾ, ആദ്യം പറഞ്ഞ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിന്റെ നീളത്തെക്കുറിച്ചും പല വ്യാജമായ ഹദീസുകളും ഉദ്ധരിക്കപ്പെടാറുണ്ട്. അതൊന്നും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് മഹാനവറുകൾ വിശദീകരിക്കാൻ ആയിഷ ബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ ഹദീസ് ഉദ്ധരിച്ച ഹാഫിദുകളായ ഇമാമിങ്ങൾ തന്നെ പറയുന്നത് വഹാദാ ശൈഉൻ മാ അലിംനാഹു എന്നതാണ്. അതുകൊണ്ട് അടിസ്ഥാനമില്ലാത്ത കാര്യമായതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിന്റെ വിഷയത്തിൽ അത് ഇത്ര നീളമാണ്, ഇത്ര വീതിയാണ് എന്ന് നമ്മൾ പറയാതിരിക്കുകയാണ് വേണ്ടത്. കാരണം അത് സ്വഹീഹായി വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ഇതും മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം ഓതിയാൽ അതിന്റെ പ്രതിഫലം പ്രത്യേകമായി വല്ലതും വന്നിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം മഹാനവറുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ എണ്ണത്തിൽ പ്രത്യേകമായി വല്ലതും വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്ന് മറുപടി മഹാനവറുകൾ അതിന്റെ ഹദീസുകൾ വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ അടിസ്ഥാനമില്ലാത്തതും അതേസമയം അടിസ്ഥാനമുണ്ടായിട്ട് നമ്മൾ അറിയാത്തതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി മഹാനവറുകൾ വിശദീകരിക്കുകയാണ്.
ഇനി അവസാനമായൊരു കാര്യം കൂടി പറയാനുള്ളത്, ഫത്താവൽ ഹദീസിയയിൽ നമ്മൾ മൗലിദ് ഓതുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തെക്കുറിച്ച് പറയുന്ന ആ സന്ദർഭം എത്തുമ്പോൾ എണീറ്റ് നിൽക്കുന്ന ഒരു സ്വഭാവം സുന്നികളിൽ കാണാറുണ്ട്. സുന്നികളായ പല നാടുകളിലും അങ്ങനെ പതിവുണ്ട്. ഇതിനെക്കുറിച്ച് ഫത്താവൽ ഹദീസിൽ ഒരു പരാമർശം കാണാം. വൻ അതിയറു ദാലിക ഫിയലു കസീരിൻ ഇൻദ ദിക്രി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഇ ഉമ്മിഹി ലഹു മിനൽ ഖിയാമി വഹുവ അയ്ദൻ ബിദ്അത്തുൻ ലം യരിദ് ഫീഹി ഷൈഉൻ. ഇങ്ങനെ ചെയ്യുന്നത് വാരിദാവാത്താണ്, ബിദ്അത്താണെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇത് വിശദീകരിച്ച സാഹചര്യം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നദീറു ദാലിക എന്ന് പറഞ്ഞാൽ അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അവിടെ അത് ഓതുമ്പോൾ പ്രത്യേകം എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ടോ? ഇല്ല, അങ്ങനെ വാരിതായിട്ടില്ല. അത് എണീറ്റ് നിന്നത് അപ്പത്തെന്തോ സാഹചര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെ ചെയ്യണം എന്നില്ല എന്ന് വിശദീകരിച്ച ശേഷമാണ് ഇത് പറയുന്നത്. ഇങ്ങനെ എണീറ്റ് നിൽക്കേണ്ടതില്ല, ഇത് ബിദ്അത്താണ്. ഇതിനെക്കുറിച്ച് ഇമാം അഹ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അവിടുത്തെ താലീഖിൽ ഫത്താവൽ ഹദീസിക്ക് എഴുതി കൊടുത്ത താലീഖിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞത് ഒരു പ്രത്യേക സംഗതിയെക്കുറിച്ചാണ്. മൗലിദ് ഓതുമ്പോൾ അവിടുത്തെ ജനനത്തിന്റെ സംഭവം പറയുമ്പോൾ എണീറ്റ് നിൽക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്, കുറച്ച് അങ്ങനെ ചെയ്യൽ സുന്നത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് അത് ബിദ്അത്താണെന്നാണ് ഈ പറഞ്ഞത്. ഇത് പ്രശ്നമല്ല എന്ന് ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അവിടുത്തെ കിതാബിൽ, അതുപോലെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദുറുൽ മംദൂദ് എന്ന അവരുടെ കിതാബിൽ തന്നെ ഇത് വിശദീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ അടിത്തറക്ക് തെറ്റായി നമ്മൾ മനസ്സിലാക്കിയ പല ഭാഗങ്ങളും നമ്മുടെ മുൻഗാമികളായ അയിമ്മത്തും ഉലമാവും വായിക്കുന്ന പോലെ ഈ ഫത്താവൽ ഹദീസ് മുതാല ചെയ്താൽ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും. ഇങ്ങനെ കാലഘട്ടം അനിവാര്യമാകുന്ന ഒരു ആദർശ ജാഗ്രത പുലർത്താൻ മഹാനവറുകൾ തൻ്റെ ഫത്താവൽ ഹദീസിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.